ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു കുഞ്ഞീസ് ക്ലാസ്. നമുക്കിന്ന് ഹിസ്റ്ററിയുടെ 7th സ്റ്റാൻഡേർഡ് ഹിസ്റ്ററിയുടെ ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് നോക്കാം. അതിന് മുന്നേയായിട്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ചാപ്റ്റർ, ട്രേസിംഗ് ചേഞ്ചസ് ത്രൂ 1000 years. Take a look at maps 1 and 2. Map 1 was made in 1154 CE by the Arab geographer Al-Idrisi. The section reproduced here is a detail of the Indian subcontinent from his larger map of the world. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് മാപ്പിൻ്റെ ഡയഗ്രാംസ്, രണ്ട് മാപ്പ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് പേജിലും സെക്കൻഡ് പേജിലുമായിട്ട് രണ്ട് മാപ്പ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ രണ്ട് മാപ്പും രണ്ട് പേര് രണ്ട് കാലഘട്ടത്തിൽ ഉണ്ടാക്കിയതാണ്. ഒന്നാമത്തെ മാപ്പ് 1154 CEയിൽ ഒരു അറബ് ജിയോഗ്രഫർ അൽ ഇദ്രീസി എന്നു പേരുള്ള ഒരു അറബ് ജിയോഗ്രഫർ ഉണ്ടാക്കിയതാണ്. അതിൻ്റെ ആ ഒരു മാപ്പ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അത്ര പ്രിസൈസ് ആയിട്ടുള്ള ഒരു മാപ്പല്ല അത്. ഇന്ന് നമ്മൾ കാണുന്ന ഇന്ത്യയുടെ മാപ്പിനെക്കാട്ടുള്ള ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മാപ്പാണ് ഇവിടെ അറബ് ജിയോഗ്രഫർ ആയിട്ടുള്ള അൽ ഇദ്രീസി എന്ന് പറയുന്ന ഇദ്ദേഹം വരച്ചിട്ടുള്ളത്. മാപ്പ് 2 വാസ് മെയ്ഡ് ഇൻ the 1720s by a French cartographer. The two maps are quite different even though they are of the same area. അപ്പോൾ ഈ രണ്ട് മാപ്പിലും ഒരേ സ്ഥലം തന്നെയാണ് കാണിക്കുന്നത്. ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ് ആണ് രണ്ട് മാപ്പിലും കാണിക്കുന്നത്. എന്നാൽ ഈ രണ്ട് മാപ്പും വളരെ വ്യത്യസ്തമാണ്. രണ്ടാമത്തെ മാപ്പ് 1720 ഒരു ഫ്രഞ്ച് കാർട്ടോഗ്രാഫർ വരച്ചതാണ്. അതിൽ നിന്ന് വളരെയധികം ഡിഫറെൻ്റ് ആണ് അറബ് ജിയോഗ്രഫർ ആയിട്ടുള്ള അൽ ഇദ്രീസി എന്ന് പറയുന്ന ഇദ്ദേഹം വരച്ചിട്ടുള്ള ഈ മാപ്പ്. കാർട്ടോഗ്രാഫർ, എ പേഴ്സൺ ഹൂ മേക്സ് മാപ്പ്. മാപ്പ് ഉണ്ടാക്കുന്ന അല്ലെ മാപ്പ് വരയ്ക്കുന്ന ഒരാളെയാണ് നമ്മൾ കാർട്ടോഗ്രാഫർ എന്ന് പറയുന്നത്. അപ്പം സെക്കൻഡ് മാപ്പ് ഒരു ഫ്രഞ്ച് കാർട്ടോഗ്രാഫർ വരച്ചതാണ് 1720s. ഇൻ അൽ ഇദ്രീസ് മാപ്പ്, സൗത്ത് ഇന്ത്യ ഈസ് വെയർ വി വുഡ് എക്സ്പെക്ട് ടു ഫൈൻഡ് നോർത്ത് ഇന്ത്യ ആൻഡ് ശ്രീലങ്ക ഈസ് ദ ഐലൻഡ് അറ്റ് ദ ടോപ്പ്. Place names are marked in Arabic and there are some well-known names like Kanuj in Uttar Pradesh. ഇപ്പോൾ ഫസ്റ്റ് മാപ്പിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അൽ ഇദ്രീസി വരച്ചിരിക്കുന്ന മാപ്പിൽ സൗത്ത് ഇന്ത്യ ഇരിക്കേണ്ടതാണ് നോർത്ത് ഇന്ത്യ വരച്ചിരിക്കുന്നത് അല്ലേ. അതുപോലെ തന്നെ ശ്രീലങ്കേനെ ഏറ്റവും ടോപ്പിൽ ഒരു ഐലൻഡ് ആയിട്ടാണ് അദ്ദേഹം മാർക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹം ഒരു അറബ് ജിയോഗ്രഫർ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇദ്ദേഹം ഈ സ്ഥലങ്ങളൊക്കെ അറബിയിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ മാപ്പിൽ നിന്ന് നമുക്ക് കണ്ടെത്താവുന്ന ഒരു വെൽ നോൺ പേരാണ് കനുജ് എന്ന് പറയുന്നത്. ഉത്തർപ്രദേശിലുള്ള കനുജ് നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ പറ്റും. എന്നാലും ഈ മാപ്പിൽ ഒരുപാട് ഡിഫറൻസസ് ഉണ്ട്. നോർത്ത് ഇന്ത്യ ഉള്ളിടത്ത് സൗത്ത് ഇന്ത്യയും അതുപോലെ തന്നെ ശ്രീലങ്ക ഒരു ഐലൻഡൊക്കെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇന്നത്തെ മാപ്പിനെക്കാട്ടിലും നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഈ ഫസ്റ്റ് മാപ്പിൽ കാണാൻ പറ്റും. Map 2 was made nearly 600 years after Map 1, during which time information about the subcontinent had changed considerably. This map seems more familiar to us and the coastal areas in particular are surprisingly detailed. This map was used by European sailors and merchants on their voyages. അപ്പോൾ ഈ സെക്കൻഡ് മാപ്പ് ഫസ്റ്റ് മാപ്പ് വരച്ചതിന് ഒരു 600 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സെക്കൻഡ് മാപ്പ് വരച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാലഘട്ടം കൊണ്ട് ഈ 600 വർഷം കൊണ്ട് തന്നെ ഈ സബ് കോണ്ടിനെൻറ്റിനെ കുറിച്ചുള്ള ആ വിവരങ്ങളും അതിൻ്റെ കോസ്റ്റൽ ഏരിയാസിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ പ്രിസൈസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ സെക്കൻഡ് മാപ്പ് വരയ്ക്കാനായിട്ട് ഈ ഫ്രഞ്ച് കാർട്ടോഗ്രാഫറിന് സാധിച്ചു. അതുപോലെ തന്നെ ഈ ഫസ്റ്റ് മാപ്പും സെക്കൻഡ് മാപ്പും കൂടെ കമ്പയർ ചെയ്യുമ്പം നമുക്ക് കുറച്ചുകൂടെ ഫെമിലിയർ ആയിട്ട് തോന്നിയ ഈ സെക്കൻഡ് മാപ്പാണ് അല്ലേ. അപ്പോൾ 600 വർഷങ്ങൾക്ക് ശേഷം വരച്ച ഈ മാപ്പ് എന്ന് പറയുമ്പോൾ ആ ഒരു ഇൻഫർമേഷൻസ് ഒക്കെ ചേഞ്ച് ആവുകയും കുറച്ചുകൂടെ പ്രിസൈസ്ഡ് ആയിട്ടുള്ളൊരു മാപ്പ് വരയ്ക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ഈ മാപ്പാണ് യൂറോപ്യൻ സെയിലേഴ്സും അതുപോലെ മെർച്ചൻസും ഒക്കെ അവരുടെ യാത്രയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. Equally important is the fact that the science of cartography differed in the two periods. When historians read documents, maps, and texts from the past, they have to be sensitive to the different historical backgrounds, the context in which information about the past was produced. ഈ രണ്ട് മാപ്പും വരച്ച ആ ഒരു പീരീഡിലെ ഈ കാർട്ടോഗ്രഫിയുടെ സയൻസ് എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഹിസ്റ്റോറിയൻസ് ഡോക്യുമെൻറ്റ്സും മാപ്പും ടെക്സ്റ്റും ഒക്കെ റെഫർ ചെയ്യും അല്ലേ. ഇതിനെയൊക്കെയാണ് അവർ കണ്ടക്സ്റ്റ് എന്ന് പറയുന്നത്. ഈ പാസ്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷനുള്ള എന്താണോ അതിനെയാണ് അവർ കണ്ടക്സ്റ്റ് എന്ന് പറയുന്നത്.
New and old terminologies. If the context in which information is produced changes with time, what about language and meanings? അപ്പം ഈ പാസ്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷനാണ് കണ്ടക്സ്റ്റിലുള്ളത്. അപ്പോൾ ആ ഓരോ കാലഘട്ടം അനുസരിച്ചും ആ കണ്ടക്സ്റ്റിൽ യൂസ് ചെയ്തിരിക്കുന്ന ഇൻഫർമേഷൻ്റെ ലാംഗ്വേജസും ആ ലാംഗ്വേജസിൻ്റെയൊക്കെ മീനിങ് മാറിക്കൊണ്ടേയിരിക്കും അല്ലേ? Historical records exist in a variety of languages which have changed considerably over the years. Medieval Persian, for example, is different from modern Persian. The difference is not just with regard to grammar and vocabulary, the meanings of the words also change over time. ഈ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് എന്നൊക്കെ പറയുന്ന പല ഭാഷകളിലായിട്ടുള്ളതാണ്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പത്തെയാണ് അല്ലേ, 1000 വർഷങ്ങൾക്ക് മുമ്പത്തെ സാധനമാണ് ഈ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഒരുപാട് ഡിഫറെൻറ്റ് ഭാഷകളാണ് അതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മെഡീവൽ പേർഷ്യൻ ലാംഗ്വേജും മോഡേൺ പേർഷ്യൻ ലാംഗ്വേജും ഇത് രണ്ടും വളരെയധികം ഡിഫറെൻ്റ് ആണ്. ആ ഒരു മെഡീവൽ ടൈമിൽ നമ്മൾ യൂസ് ചെയ്തിരുന്ന ആ ഒരു പേർഷ്യൻ ലാംഗ്വേജ് ഇപ്പം മോഡേൺ ആയിട്ട് യൂസ് ചെയ്തിരുന്ന പേർഷ്യൻ ലാംഗ്വേജുമായിട്ട് നല്ല ഡിഫറൻസ് ഉണ്ട്. ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് ജസ്റ്റ് ആ ഗ്രാമറിലോ അല്ലെങ്കിൽ ആ വേർഡ്സിലോ ഉള്ള ഡിഫറൻസ് മാത്രമല്ല, ഈ വേർഡ്സിൻ്റെയൊക്കെ മീനിങ് വരെ ഓരോ ടൈം അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. പണ്ട് നമ്മൾ യൂസ് ചെയ്തിരുന്ന ഒരു വേർഡിൻ്റെ മീനിങ് അല്ല ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡിൻ്റെ മീനിങ്. അങ്ങനെ വേർഡ്സിൻ്റെ മീനിങ് വരെ മാറിക്കൊണ്ടിരിക്കും. Take the term Hindustan for example. Today we understand it as India, the modern nation state. When the term was used in 13th century by Minhaj-i-Siraj, a chronicler who wrote in Persian, he meant the areas of Punjab, Haryana and the lands between the Ganga and Yamuna. അപ്പോൾ അങ്ങനെ ഒരു വേർഡാണ് ഈ ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്നത്. അതായത് പണ്ടുള്ള മീനിങ് ഈ ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന വേർഡിന് ഇപ്പോഴുള്ളത്. ഇപ്പം ഹിന്ദുസ്ഥാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഇന്ത്യ എന്നുള്ളൊരു മീനിങ് ആണ് അല്ലേ. ഹിന്ദുസ്ഥാൻ എന്ന് പറയുമ്പം ഇന്ത്യ എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഒരു മോഡേൺ നേഷൻ സ്റ്റേറ്റ് ആയിട്ടുള്ള ഇന്ത്യയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. എന്നാൽ 13th സെഞ്ച്വറിയിൽ മിൻഹാജ്-ഐ-സിറാജ് എന്ന് പറയുന്ന ഒരു ക്രോണിക്ലർ ഉണ്ടായിരുന്നു. അദ്ദേഹം പേർഷ്യൻ ലാംഗ്വേജിൽ എഴുതി ഈ ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് വരുന്നത് ഈ പഞ്ചാബ്, ഹരിയാന അല്ലെങ്കിൽ ഗംഗയുടെയും യമുനയുടെയും ഇടയ്ക്കുള്ള ആ ഒരു ലാൻഡിനൊക്കെയായിരുന്നു അദ്ദേഹം ഹിന്ദുസ്ഥാൻ എന്നുള്ള പേര് നൽകിയിരുന്നത്. അതായത് ഇന്ന് ഹിന്ദുസ്ഥാൻ എന്ന് പറയുമ്പം ഇന്ത്യ മുഴുവൻ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും അതിൻ്റെ ഒരു മീനിങ് ആയിട്ട്. പക്ഷേ പണ്ട് കാലത്ത് 13th സെഞ്ച്വറിയിൽ ഈ ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്തിരുന്നത് ജസ്റ്റ് പഞ്ചാബും ഹരിയാനയ്ക്കും അതുപോലെ തന്നെ ഗംഗ, യമുന നദികളുടെ ഇടയിലുള്ള ലാൻഡിനെയും സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. He used the term in a political sense for lands that were a part of the dominions of Delhi Sultan. The areas included in this term shifted with the extent of the Sultanate, but the term never included South India. ഈ പഞ്ചാബ്, ഹരിയാന എന്നുള്ള ഈ സ്ഥലങ്ങൾക്ക് മാത്രം എന്തുകൊണ്ടാണ് ഹിന്ദുസ്ഥാൻ എന്ന പേര് വന്നതെന്ന് വെച്ചാൽ അദ്ദേഹം മിൻഹാജ്-ഐ-സിറാജ് എന്ന് പറയുന്ന ക്രോണിക്ലർ അന്നത്തെ കാലത്തുണ്ടായിരുന്ന ഡൽഹി സുൽത്താൻ്റെ കീഴിലുള്ള പ്രദേശങ്ങൾക്ക് മാത്രമാണ് ഹിന്ദുസ്ഥാൻ എന്നുള്ള പേര് നൽകിയിരുന്നത്. പിന്നീട് വർഷങ്ങൾ പോകും തോറും ഈ സുൽത്താൻ്റെ കീഴിലുള്ള പ്രദേശങ്ങൾ കൂടിക്കൊണ്ടിരുന്നാലും സൗത്ത് ഇന്ത്യ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ കീഴിൽ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹിന്ദുസ്ഥാൻ എന്നുള്ള പേരിൽ സൗത്ത് ഇന്ത്യനെ ഒരിക്കലും അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം മോഡേൺ ടൈംസിൽ ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്നത് ഇന്ത്യ എന്നുള്ള മീനിങ് ആണ് വരുന്നത്. എന്നാൽ 13th സെഞ്ച്വറിയിൽ മിൻഹാജ്-ഐ-സിറാജ് എന്ന ഒരു ക്രോണിക്ലർ ഹിന്ദുസ്ഥാനെ പഞ്ചാബും ഹരിയാനയും അതുപോലെ തന്നെ ആ ഗംഗ യമുന നദിയുടെ ഇടയ്ക്കുള്ള കുറച്ച് ലാൻഡ്സ് ആയിട്ട് മാത്രമേ കരുതിയിട്ടുള്ളൂ. കാരണം അദ്ദേഹം ഡൽഹി സുൽത്താൻ ഭരിച്ചുകൊണ്ടിരുന്ന ആ കുറച്ച് പ്രദേശങ്ങൾക്ക് മാത്രമേ ഹിന്ദുസ്ഥാൻ എന്നുള്ള പേര് ഉള്ളൂ എന്ന് ധരിക്കുകയും അങ്ങനെയാണ് അദ്ദേഹം ഹിന്ദുസ്ഥാൻ എന്നുള്ള പേരിന് ഇങ്ങനൊരു മീനിങ് കൊടുക്കാനും കാരണം. By contrast, in early 16th century, Babur used Hindustan to describe the geography, the fauna and the culture of the inhabitants of the subcontinent. പിന്നീട് അതിനുശേഷം 16th സെഞ്ച്വറി ആയപ്പോൾ ബാബൂർ ഈ ഹിന്ദുസ്ഥാൻ എന്നുള്ള ടേം യൂസ് ചെയ്തത് സ്ഥലങ്ങളുടെ പേരായിട്ടൊന്നും അല്ല അദ്ദേഹം യൂസ് ചെയ്തത്. അദ്ദേഹം നമ്മുടെ ഇന്ത്യയിലെ ജിയോഗ്രഫീനെ കുറിച്ച് വർണ്ണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹിന്ദുസ്ഥാൻ എന്നുള്ള ടേം യൂസ് ചെയ്തിരുന്നത്. അല്ലാണ്ട് ഹിന്ദുസ്ഥാൻ എന്നുള്ള ആ മീനിങ് കൊണ്ട് ഇത്ര പ്രദേശങ്ങൾ അതിൻ്റെ അകത്ത് ഉൾപ്പെടുമെന്നൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് ജസ്റ്റ് ജിയോഗ്രഫി മാത്രമേ മീൻ ചെയ്തുള്ളൂ. As we will see later in the chapter, this was somewhat similar to the way the 14th century poet Amir Khusro
used the word Hind. While the idea of a geographical and a cultural entity like India did exist, the term Hindustan did not carry the political and national meanings which we associate with it today. ഇങ്ങനെ ഈ ഹിന്ദുസ്ഥാൻ എന്നുള്ള ടേം ജിയോഗ്രഫി മാത്രം മീൻ ചെയ്തുകൊണ്ട് യൂസ് ചെയ്തിരുന്ന ഒരു പോയറ്റാണ് 14th സെഞ്ച്വറിയിലുള്ള അമീർ ഖുസ്രു എന്ന് പറയുന്ന ഒരു പോയറ്റ്. 16th സെഞ്ച്വറിയിൽ ബാബൂർ യൂസ് ചെയ്തിരുന്ന പോലെ തന്നെ ഇദ്ദേഹം ഹിന്ദുസ്ഥാൻ എന്നുള്ള ഒരു ടേമിന് ജിയോഗ്രഫിയിൽ മാത്രമേ മീനിങ് കൊടുത്തുള്ളൂ. അതായത് പണ്ട് കാലങ്ങളിൽ നമ്മളിപ്പം യൂസ് ചെയ്യുന്ന പോലത്തെ നാഷണൽ മീനിങ്സോ അല്ലെങ്കിൽ മറ്റ് പൊളിറ്റിക്കൽ മീനിങ്സോ ഒന്നും ഈ ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന ടേമിന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഓരോ വാക്കിനും ഓരോ ടൈമിൽ ഓരോ മീനിങ് ആണ് ഉണ്ടായിരുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹിന്ദുസ്ഥാൻ എന്നൊരു ടേം യൂസ് ചെയ്ത് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തത്. അതായത് 13th സെഞ്ച്വറിയിൽ ജസ്റ്റ് പഞ്ചാബ് ഹരിയാന എന്നുള്ള ആ കുറച്ച് സ്ഥലങ്ങളെ മെൻഷൻ ചെയ്യാൻ മാത്രമായിരുന്നു ഈ ഹിന്ദുസ്ഥാൻ എന്നുള്ള ടേം യൂസ് ചെയ്തത്. അതിനുശേഷം 16th സെഞ്ച്വറി ആയപ്പോഴത്തേക്കിന് ജിയോഗ്രഫി അല്ലെ ഫണ്ണനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ മാത്രമാണ് ഹിന്ദുസ്ഥാൻ എന്നുള്ള ടേം യൂസ് ചെയ്തത്. എന്നാൽ ഇപ്പോൾ മോഡേൺ ടൈംസിൽ ഹിന്ദുസ്ഥാൻ എന്നുള്ള ആ ഒരു ടേമിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഇന്ത്യയാണ്. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം മുഴുവനാണ് ആ ഒരു ടേമിൻ്റെ മീനിങ്. അപ്പം 3 വ്യത്യസ്ത പീരീഡിലുള്ള ഹിന്ദുസ്ഥാൻ എന്നുള്ള ഈ ടേമിൻ്റെ ഡിഫറെൻറ്റ് മീനിങ്സ് ആണ് നമ്മളിപ്പോൾ പഠിച്ചത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോ വേർഡ്സിനും ഓരോ മീനിങ്സ് ആയിരുന്നു എന്ന് നമ്മൾ പഠിച്ചത്? അതായത് ഇപ്പം നമ്മൾ ഒരു 13th സെഞ്ച്വറിയിൽ ആരെങ്കിലും എഴുതിയിരുന്ന ഒരു ക്രോണിക്കിൾ എടുത്ത് വായിക്കുകയാണ്. അപ്പോൾ അവിടെ ഹിന്ദുസ്ഥാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓർക്കരുത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം മുഴുവനാണ് ഈ ഹിന്ദുസ്ഥാനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് ആരും വിചാരിക്കരുത്. അത് ജസ്റ്റ് ആ കുറച്ച് പ്രദേശങ്ങൾ മാത്രമായിരിക്കും ഉൾപ്പെടുത്തിയിരുന്നത്. അതിനെയാണ് നമ്മൾ പഠിച്ചത്. ഓരോ വേർഡ്സിനും ഓരോ സമയത്ത് ഓരോ മീനിങ് ആണ് കൊടുത്തിട്ടുള്ളത്. Historians today have to be careful about the terms they use because they meant different things in the past. Take for example a simple term like foreigner. ഹിസ്റ്റോറിയൻസ് വളരെ കെയർഫുൾ ആയിരിക്കണം ഈ ഓരോ വാക്കുകൾ യൂസ് ചെയ്യുന്നതിൽ. കാരണം അതിന് ഓരോ ടൈമിലും ഇപ്പോൾ ഉള്ള മീനിങ് ആയിരിക്കത്തില്ല പാസ്റ്റിൽ ഈ വേർഡിന് ഉണ്ടായിരിക്കുക അല്ലേ. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. ഫോറിനർ എന്ന് പറയുന്ന ഒരു വേർഡ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടുഡേ ടു മീൻ someone who is not an Indian. In the medieval period, a foreigner was any stranger who appeared, say, in a given village, someone who was not a part of that society or a culture. ഇന്ന് ഫോറിനർ എന്നൊരു ടേം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന എന്താ? ആരോ ഒരാൾ, ഇന്ത്യക്കാരനല്ലാത്ത ആരോ ഒരാൾ അല്ലേ, വിദേശി എന്ന് നമ്മൾ പറയും. ഇന്ത്യയിൽ ജീവിക്കാത്ത അല്ലെങ്കിൽ ഇവിടെ താമസിക്കാത്ത ഒരാളെയാണ് നമ്മൾ ഫോറിനർ എന്ന് ഇപ്പോൾ മോഡേൺ ടൈംസ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ മിഡീവൽ പീരീഡിൽ ഫോറിനർ എന്ന് പറയുന്ന ഒരു സ്ട്രേഞ്ചർ, ഒരു അപരിചിതനായിട്ടുള്ള ഒരാൾ, ആ ഒരു വില്ലേജിൽ ഇതിനു മുന്നേ കണ്ടിട്ടില്ലാത്തതോ അല്ലെങ്കിൽ അവരുടെ സൊസൈറ്റിയോ കൾച്ചറോ ആയിട്ട് ചേരാത്ത മറ്റൊരു കൾച്ചറുള്ള ഒരാളെയായിരുന്നു ഫോറിനർ എന്ന് പറയുന്നത്. In Hindi, the term Paradeshi might be used to describe such a person, and in Persian, Ajnabi. അപ്പം ഇങ്ങനൊരാളെ പരദേശി എന്നാണ് ഹിന്ദി ലാംഗ്വേജിൽ പറയുന്നത്. അതുപോലെ തന്നെ അജ്നബി എന്നാണ് പേർഷ്യൻ ലാംഗ്വേജിൽ പറയുന്നത്. A city dweller therefore might have regarded a forest dweller as a foreigner, but 2 peasants living in the same village were not foreigners to each other, even though they may have had different religious or caste backgrounds. അതായത് ഒരു സിറ്റി ഡ്വല്ലറിന് ഒരു ഫോറസ്റ്റ് ഡ്വല്ലർ ഫോറിനറായിട്ട് തോന്നും. ഒരാൾ സിറ്റിയിലും ഒരാൾ ഫോറസ്റ്റിലും ആണ് ജോലി ചെയ്യുന്നത് അല്ലേ. അപ്പം ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഫോറിനേഴ്സായിട്ടാണ് അവർക്ക് തോന്നുക. എന്നാൽ 2 പെസൻസ്, ഒരേ വില്ലേജിൽ താമസിക്കുന്ന 2 പെസൻസ് അവരൊരിക്കലും ഫോറിനറായിട്ട് തോന്നത്തില്ല. ഇവന്തോ അവരുടെ റിലീജിയൻ അല്ലെങ്കിൽ കാസ്റ്റ് ബാക്ക്ഗ്രൗണ്ട്സ് ഡിഫറെൻ്റ് ആണെങ്കിൽ പോലും ഒരേ വില്ലേജിൽ താമസിക്കുന്നവർ ഒരിക്കലും ഫോറിനേഴ്സ് ആണെന്ന് തോന്നത്തില്ല. ഒരു വില്ലേജിലേക്ക് പുറത്തുനിന്ന് ഒരാൾ വരുന്നവരെയാണ് നമ്മൾ ഫോറിനർ എന്ന് മിഡീവൽ പീരീഡിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് അടുത്തൊരു എക്സാമ്പിളാണ്. ഫോറിനർ എന്നുള്ള ടേമിന് ഇന്നും പണ്ടും ഉണ്ടായിരുന്ന ആ ഒരു വേർഡിൻ്റെ ഡിഫറൻസ് ആണ്, വേർഡ് മീനിങ് ഡിഫറൻസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇന്ന് പഠിപ്പിച്ച പോർഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ.